ജീവിതത്തിൽ ചിട്ടയും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കാൻ കൂടി പറ്റണ്ടേ? എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല സുമി. ഒടുവിലമ്മ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചു അച്ഛന് സ്വയം മനസ്സ് നിയന്ത്രിക്കാൻ പറ്റണേന്ന്. അങ്ങനെ അച്ഛൻ വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ അച്ഛൻ കാരണം അമ്മയ്ക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞ ഗിരി കേക്കോ? അങ്ങനെയാണെങ്കിൽ ഗിരിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാലയിട്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകാനായിട്ട് ഗിരി തയ്യാറാവോ? ഈശ്വര നിശ്ചയം അതാണെങ്കിൽ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് ഞാൻ മാലയിടാം. 41 ദിവസത്തെ വ്രതം എടുക്കാം. ഗിരി ഗിരി ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു വ്രതം എടുക്കേണ്ടി വന്നൊരു തോന്നല് ഗിരിക്കുണ്ടോ? അങ്ങനെ സുമിക്ക് എന്നെ നിർബന്ധിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. അത് സത്യം തന്നെയാ. സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ അവനവന്റെ മനസ്സിന്റെ മേൽ പോലും യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് എന്റെ ജീവിതം ഇതുവരെ മുന്നോട്ട് പോയതെന്ന് എനിക്കറിയാം. ആ പോക്ക് എന്റെ നാശത്തിലേക്കായിരുന്നു എന്നും അറിയാം. സുമി എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചതിന് എനിക്ക് സുമിയോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ. താങ്ക്സ് സുമി. ഗിരി അതെ, സുമിയെ വർത്താനം പറഞ്ഞോണ്ടൊന്നും നടയടക്കണ്ട. വാ പോവാം. ഗിരിധർ, നക്ഷത്രം കാർത്തിക. മാലയിട്ടോളൂ. സ്വാമിയേ ശരണം. സ്വാമിയേ അയ്യപ്പോ. സ്വാമിയേ ശരണം. നേരത്തെ ഒരു മിന്നായ പോലെ കണ്ടിട്ട് മണി ഇത് എവിടെ പോയാ മറഞ്ഞത്? ഞാൻ ഇപ്പൊ കൂടി ആലോചിച്ചതേ ഉള്ളൂ. ഇവനെയായിരുന്നു ഞാൻ നോക്കിയത്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ആ പിന്നെ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? എന്തേ അച്ഛൻ മാലയിട്ടോ? അച്ഛനിന്ന് വ്രതം തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ മോനും പോകുന്നുണ്ടോ ശബരിമലയ്ക്ക്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതൽ പോവാറുണ്ടല്ലോ. അച്ഛനെയും കൂട്ടി മോൻ ഒരു ദിവസം വീട്ടിലോട്ട് വാ. വരാം. അതിന് മണിക്ക് ഞങ്ങളെ വീടറിയില്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. അയ്യോ ഇടല്ലേ. മാലയിട്ട സ്വാമിമാരെ ചെരുപ്പിടാൻ പാടില്ല, അതറിയില്ലേ? ഓ ശരി കേട്ടോ, ഇത് പിടിക്കാം.
ഒരുവിധം കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴും അവളുടെ ഒടുക്കത്തെ ബോധക്കേട്. അതൊക്കെ വെറും അഭിനയമായിരുന്ന കാര്യത്തിൽ ആർക്കാ ചേച്ചി സംശയം? എന്തായാലും അതോടെ ഗിരിയേട്ടൻ വീണ്ടും അവളുടെ സാരിത്തുമ്പത്തായി. ഇത് വല്ലതും നിങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ? ഗിരിയേട്ടൻ ശബരിമലയ്ക്ക് പോയി മാലയിട്ടു. കറുപ്പൊക്കെ എടുത്ത് അയ്യപ്പനായി ദേ വരുന്നുണ്ട്. നീ ഇതെന്നെ ഓർത്തോണ്ടാടാ ഈ ആന മണ്ടത്തരം കാണിച്ച്? വല്ലവരും പറയുന്നത് കേട്ട് ചാടിക്കേറി മാല ഇടുന്നതിന് മുമ്പ് നീ എന്നോടെങ്കിലും ഒന്ന് ചോദിക്കാൻ മേലായിരുന്നോ? അതിനിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്ന അമ്പിയമ്മവാ? ഇരിക്കെന്താ മാല ഇടാനും മലയ്ക്ക് പോകാനൊന്നും പാടില്ലേ? പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, ഇത്തിരി പാടാകും എന്നാ ഞാൻ പറഞ്ഞു. ഈ തടിയും വെച്ച് ഗിരി എങ്ങനെ മല കയറാനാ? തക്കുടു മല കയറുന്ന കാര്യം ഓർത്ത് ഇവിടെ ഒരുത്തനും വിഷമിക്കണ്ട. അവനെ അയ്യപ്പ സ്വാമി മല കയറ്റിക്കോളും. അയ്യപ്പൻ അതല്ലേ പഠിക്കും. എന്തായാലും നിന്റെ ഈ തീരുമാനം നന്നായി മോനെ. ഞാനല്ല അച്ഛമ്മേ, സുമിയ എന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. നന്നായി മോനെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് തക്കുടുവിന് ഗുണമേ ചെയ്യും. 41 ദിവസത്തെ വ്രതം നിന്നെ അടിമുടി മാറ്റിയെടുക്കും. നോക്കിക്കോ. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോടും കൂടി ഒന്ന് ആലോചിക്കേണ്ട മര്യാദ സുമി കാണിക്കണമായിരുന്നു. അത് തരാം കേട്ടോ. ഗിരി 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുമ്പോ എന്തെല്ലാം ചിട്ടവട്ടങ്ങൾ നോക്കണം. അതെല്ലാം ശരിയായി നടക്കണമെങ്കിലേ കുടുംബം മുഴുവനും കൂടെ നിക്കണം. നിക്കണം. അതിനിവിടെ ആർക്കാ പ്രശ്നം? അതല്ല അച്ഛമ്മേ, നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന വീടല്ലേ ഇത്? അതാ അമ്മ പറഞ്ഞു വരുന്നത്. അല്ല, ഇവിടെ ആർക്കും മീനും ഇറച്ചിയില്ലാതെ ആഹാരം ഇറങ്ങില്ലല്ലോ. അതിനെന്താ അമ്മ പ്രശ്നം? നോൺ വെജ് വേണ്ടവർക്ക് അത് തന്നെ കഴിക്കാലോ. ഗിരിക്ക് വേണ്ട വെജിറ്റേറിയൻ ഫുഡ് പ്രത്യേകം ഉണ്ടാക്കിയാൽ മാത്രം പോരെ? അത് ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം കൂടി ഒരടുക്കളയിൽ തന്നെ വേണ്ടേ പാചകം ചെയ്യാൻ? അതൊന്നും ശരിയായി പോകുന്ന കാര്യങ്ങളല്ല. വെറുതെ ദൈവദോഷം വരുത്തി വെക്കാന്നേ ഉള്ളൂ. അനുരാധ പറഞ്ഞത് വളരെ ശരിയാ. മൊത്തത്തിൽ ശുദ്ധിയും വൃത്തിയും അങ്ങ് പോയി കിട്ടും. അതൊന്നും ശരിയാവില്ല. അതുകൊണ്ട് അനുരാധയുടെ അഭിപ്രായം മാനിച്ച് ഞാനൊരു തീരുമാനം പറയാം. ഇന്നു മുതൽ 41 ദിവസം കഴിയുന്നത് വരെ ഈ വീട്ടിൽ എല്ലാവരും വെജിറ്റേറിയൻ മാത്രം കഴിച്ചാ മതി. എന്തേ, തീർന്നില്ലേ പ്രശ്നം? നിന്റെ അമ്മ വാ തുറന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് സെൽഫ് ഗോൾ ആവുമെന്ന്. പിന്നെ പച്ചക്കറിയും തിന്ന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അമ്മായിയമ്മ സഹിക്കേണ്ടി വന്നാലും സാരില്ല. 41 ദിവസം ഞാൻ കിഷോറേന്റെ വീട്ടിലേക്ക് പോവാ. എന്തായാലും എന്റെ തക്കുടു 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് ശ്രീധർമ്മ ശാസ്താവിനെ തൊഴുതു വരുന്നത് വരെ ഈ ഞാനും വ്രതത്തിൽ തന്നെ ആയിരിക്കും. അയ്യപ്പ സ്വാമി വീരമണികണ്ഠ ഹരിഹരസുതനേ, എന്റെ തക്കുടു മോനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തോളണേ. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ. നിതേട്ടാ, എന്താ എടുക്കാത്തെ? ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോ? ഉറങ്ങിയൊന്നുമില്ല. പിന്നെന്താ ശബ്ദം എങ്ങനെ? ഞാൻ വല്ലാതെ അപ്സെറ്റാ. അയ്യോ, എന്തുപറ്റി? അന്നത്തെ ദിവസത്തിന് ശേഷം ഇവിടെ ഒന്നും നേരെയല്ല. അച്ഛൻ എന്നോട് പഴയ പോലെ മിണ്ടുന്നു പോലുമില്ല. എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അതിനു മാത്രം എന്താന്ന് സംഭവിച്ചത്? ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ നമ്മൾ ആ വിഷയം പരിഹരിച്ചതല്ലേ? പിന്നെ എന്താ? എന്തോ എനിക്കറിയില്ല. അച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു അകലം വിട്ട് പെരുമാറാൻ വേറെ ഒരു കാരണമില്ല നിധിയേട്ടാ. നോക്കുന്നുണ്ടോ? ഒക്കെ നിന്റെ മനസ്സിന്റെ തോന്നല. അന്ന് അവിടെ ശരിക്കും എന്താ സംഭവിച്ചെന്ന് നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയൂ.
നിന്റെ അച്ഛന്റെയും കൂടെ വന്ന ജോസഫ് അങ്കിളുടെയും മുന്നില് നമ്മൾ വളരെ ഡീസന്റായി കള്ളം പറഞ്ഞ് തലയൊരി കഴിഞ്ഞതല്ലേ? ദേ, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അതൊന്നും അച്ഛൻ എത്ര കൺവിൻസ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ വല്ല കരടും ചന്ദ്രനങ്ങളുടെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കല്ല അതിന്റെ പരിഹാരം. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? നീ അച്ഛനോട് നേരിട്ട് ചെന്ന് സംസാരിക്കണം. നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാലേ ആ കള്ളത്തരം കൂടുതൽ പ്രകടമാവുകയുള്ളൂ. നന്ദു അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി അച്ഛനോട് ഒന്നും സംഭവിക്കാത്ത പോലെ സംസാരിക്കണം. അന്ന് നീ ഹോട്ടലിൽ വന്ന കാര്യം തുറന്ന് സമ്മതിച്ചതല്ലേ? അന്ന് നമ്മള് കൺവിൻസിംഗ് ആയ ഒരു കാരണം പറയുകയും ചെയ്തതാ. അതിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്നാ മതി. അച്ഛൻ നിന്നെ മെല്ലെ മെല്ലെ അങ്ങ് വിശ്വസിച്ചോളും. സത്യത്തിലേ അന്ന് സംഭവിച്ചത് എന്റെ മിസ്റ്റേക്കാ. ഞാൻ കുറച്ചുകൂടെ കരുതലോടെ പെരുമാറണമായിരുന്നു. നന്ദുവിന്റെ സാഹചര്യങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കി ഓരോന്ന് ചെയ്യണമായിരുന്നു. സോറി നന്ദു. ഇത്തരം കള്ളത്തരങ്ങളൊന്നും എനിക്ക് ശീലമില്ലാത്തോണ്ട് പറ്റിപ്പോയതാ. ഐ എം റിയലി സോറി. ഇന്നേ വരെ ഒരു പെൺകുട്ടി ഞാൻ ഇങ്ങനെ പുറത്തു വെച്ച് ഒളിച്ചും പാത്തും മീറ്റ് ചെയ്തിട്ടില്ല. അത്തരം സാഹചര്യങ്ങളെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. ഐ വിൽ ബി കെയർഫുൾ ഫ്രം നൗ ഓൺ. ഇനി ഒരിക്കലും നന്ദുവിനെ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടില്ല. അപ്പോ ഇനി നമ്മൾ കാണില്ലെന്നാണോ? അങ്ങനെ തമ്മിൽ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നന്ദുവിന് തോന്നുന്നുണ്ടോ? പക്ഷേ ഇനി നമ്മൾ കാണുന്നത് വളരെ സേഫായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും. ബന്ധുക്കളും പരിചയക്കാരും ഒന്നും തേടി വരാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഞാൻ കണ്ടെത്തും. ഐ പ്രോമിസ് യു. മോളെ മോളെ മോക്ക് കഴിക്കാനേ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട ചമ്മേ, എനിക്കും ഗിരിക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ദാ ഇത് തന്നെ എന്റെ ഇന്നത്തെ അത്താഴം. അപ്പോ ഇത് മതിയോ? ശരി. ഗിരിയെ കൊണ്ട് മാല ഇടിയിച്ച് എനിക്ക് 8ന്റെ പണി തന്നിട്ട് നീ 24 മണിക്കൂറും അവനോട് അങ്ങനെ ഒട്ടി നടക്കണ്ട. കാണിച്ചു തരാ ഞാൻ. ഇന്നത്തെ നമ്മുടെ ഡിന്നർ. സുമി എന്തിനാ ഫ്രൂട്ട്സിൽ ഒതുക്കുന്നത്? സുമിക്ക് വേറെന്തെങ്കിലും കഴിക്കാൻ വരുന്നില്ലേ? ആ, രാത്രിയിൽ ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയ അതാ നല്ലത്. ഗിരിയുടെ ഈ വ്രതത്തിന്റെ കൂട്ടത്തിലെ എന്റെ ആരോഗ്യം കൂടെ അങ്ങ് മെച്ചപ്പെട്ടോട്ടെ. ഓ, അതെ, ഈ ശബരിമല വ്രതം എന്ന് പറയുന്നതേ നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതെന്താ പിള്ളേര് കളിയാണെന്നോ? എന്താ അമ്മേ, എന്താ പ്രശ്നം? ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ട സ്ത്രീ സംസർഗം പാടില്ലെന്നാ. ബാക്കിയെല്ലാം ഉപദേശിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. ഇതെന്താ ഇതൊന്നും പറഞ്ഞു തരാൻ മാത്രം ഇവിടെ ആളില്ലാത്തെന്നാ ഞാൻ ചിന്തിക്കുന്നേ. വ്രതം എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ എടുത്താ ഈ ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ദോഷം ബാധിക്കാൻ പോകുന്നതേ കുടുംബത്തിന് മുഴുവനായിരിക്കും. അമ്മേ, അതിന് എന്ത് ചിട്ടവട്ടങ്ങളാ ഗിരി പാലിക്കാതിരുന്നത്? ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ട് വ്രതം എടുത്ത ഒരാൾ ഭാര്യയുടെ കൂടെ ഒരു മുറിയിൽ രാത്രി കഴിയുന്നത് ശരിയല്ല. അത് എവിടുത്തെ ഏർപ്പാടാ? അത്രയുള്ളോ കാര്യം? എന്നുവെച്ചാ അത് നിസ്സാര കാര്യമാണെന്നാണോ? അതല്ല, ഞാൻ ഇവിടെ ഈ റൂമിലാ കിടക്കുന്നത്. അമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞേ? ഗിരി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഈ പാത്രമെല്ലാം എടുത്ത് രാവിലെ 4 മണിക്കുള്ള അലാം ഓൺ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഇതാ പുറത്തെ ആ സോഫയിലെ ഞാൻ കിടന്നുറങ്ങാൻ പോന്നേ. ദാമോട്ടൻ അത് ഇപ്പോഴേ വിരിച്ചിട്ടുണ്ടാവുമല്ലോ. അമ്മ കണ്ടില്ലായിരുന്നോ? ആണോ? എന്നാ നല്ലത്. പറയാനുള്ള കടമയുണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
സുമി, അമ്മ പറഞ്ഞത് കാര്യം തന്നെയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നമുക്ക് അത്രയും കഠിനമായ ചിട്ടവട്ടങ്ങളൊക്കെ വേണോ? ഐ മീൻ, മറ്റുള്ളവരുടെ കാര്യത്തിൽ അതൊക്കെ ബാധകമായിരിക്കും. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അല്ല. നമ്മൾ എന്തായാലും ഈ മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ കഴിയുന്നത്. നമ്മൾ അങ്ങനെയാണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ ഗിരി. കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വെറുതെ എന്തിനാ അവർക്കൊക്കെ ഒരു മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്നത്? ഒന്ന് മറന്നേ. ഇതെന്തിനാ സുമി ഈ പായ വരിക്കുന്നത്? അയ്യോ, അതറിയില്ലേ? അയ്യപ്പന്മാരെ കട്ടിലും മേത്തപ്പുറത്തൊന്നുമല്ല കിടക്കണത്, ഇങ്ങനെ നിലത്ത് പായ വിരിച്ചിട്ടാ. ആ, അപ്പൊ ഇനി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് സ്വാമി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ കിടന്നു. നാളെ മുതൽ പതിവിലും നേരത്തെ എഴുന്നേറ്റ് ഒന്നുകൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചോളാം. കിടന്നു, അല്ല കഴിച്ചു. സുമി, പുറത്ത് സോഫയിലൊന്നും കിടക്കണ്ട, അച്ഛമ്മയുടെ അടുത്ത് പോയി കിടന്നാ മതി. അതാ എനിക്കൊരു സമാധാനം. നീ അച്ഛനോട് നേരിട്ട് ചെന്ന് സംസാരിക്കണം. നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാലേ ആ കള്ളത്തരം കൂടുതൽ പ്രകടമാവുകയുള്ളൂ. അച്ഛാ, അച്ഛൻ എന്താ എന്നോടൊന്നും മിണ്ടാത്തേ? പാറ അച്ഛാ, എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? അന്ന് ജോസഫ് അങ്കിള് അച്ഛൻ ആ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ദിവസം മുതല് ഞാൻ അച്ഛനെ ശ്രദ്ധിക്കാം. അച്ഛനൊന്നും നോക്കുന്നു പോലും ഇല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ ആ സനുവെടുത്ത് തന്ന കുറച്ച് ഡോക്യുമെന്റ്സ് നിതീഷ് ഏട്ടന്റെ കയ്യിൽ കൊടുക്കാനാ പോയത്. സംശയം ഉണ്ടെങ്കിലേ ആ ചേട്ടത്തിയോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിലും എന്നും സുമിച്ചേച്ചിനെയായിരുന്നു അച്ഛൻ എന്നെക്കാളേറെ ഇഷ്ടം, എനിക്കറിയാം. എന്റെ സ്ഥാനത്ത് ഇപ്പൊ സുമിച്ചേച്ചി ആയിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ എന്നെ മനപ്രയാസപ്പെടുത്തുമായിരുന്നോ?